ഇന്ന് ഞാൻ കാണിക്കുന്നത് നിലക്കടല കൊണ്ടൊരു കറിയാണ്. കടല ഒരു കുക്കറിൽ നല്ലതുപോലെ വേവിച്ച് മാറ്റി വയ്ക്കുക. ഈ സമയത്ത് ഒരു അരമുറി തേങ്ങ എടുത്ത് ഒന്നാം പാൽ രണ്ടാം പാൽ എടുക്കുക. ഒരു പാൻ എടുത്ത് ഓയിൽ ഒഴിച്ച് അതിൽ കടുക് ഒരു സ്പൂണ്, കടലപ്പരിപ്പ് ഒരു 2 സ്പൂണ്, ഇതെല്ലാം ചെറിയ സ്പൂണാണ്. അതിൻ്റെ കൂടെ തന്നെ ഉഴുന്നും ചേർക്കുക. നല്ല ഗോൾഡൻ ബ്രൗൺ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. ഗോൾഡൻ കളർ വന്നു കഴിയുമ്പോൾ അതിൻ്റെ കൂടെ ഗാർലിക്ക്, പച്ചമുളക്, ഓണിയൻ ഇതെല്ലാം ചേർക്കുക. ഗാർലിക്ക് ഒരു 7 എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. പച്ചമുളക് 2 എടുത്തിട്ടുണ്ട്. അതുപോലെ ഓണിയൻ ഒരു മീഡിയം സൈസ് ഓണിയനാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം നല്ലതുപോലെ വഴന്ന പുറക് ഇതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം സൈസ് തക്കാളിയും ചേർക്കുക. ഇതും ഇതിൻ്റെ കൂടെ ചേർത്ത് നല്ലതുപോലെ വഴറ്റണം. നല്ലതുപോലെ വഴന്നു കഴിയുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. ഞാൻ ഓൾറെഡി കടലയ്ക്ക് ഉപ്പ് ചേർത്ത് വേവിച്ചതാണ്, അതുകൊണ്ടാണ് കുറച്ച് ഉപ്പ് ചേർത്തിരിക്കുന്നത്. ഈ വേവിച്ച് വെച്ച കടലയും കൂടി ഇതിനകത്ത് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞ് ഒരു 2 സ്പൂൺ നല്ല എരിയുള്ള മുളകാണ്, അതുകൊണ്ടാണ് ചെറിയ സ്പൂണ് 2 സ്പൂണ് മുളക് പൊടി. അത് നല്ലതുപോലെ പച്ച സ്മെല്ല് പോകുന്നിടം വരെ ഇളക്കുക. മഞ്ഞൾ പൊടി ഒരു 1/4 സ്പൂണ്, മല്ലിപ്പൊടി ഒരു 1/2 സ്പൂണ്, ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഒരു 1/2 സ്പൂണ് ഗരം മസാല പൗഡറും കൂടി ചേർക്കുക. ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ആദ്യമേ എടുത്തു വച്ചിരിക്കുന്ന ഒന്നാം പാൽ രണ്ടാം പാൽ, ഇതിൽ രണ്ടാം പാൽ എടുത്ത് ഇതിലേക്ക് ഒഴിക്കുക. നല്ലതുപോലെ മിക്സായി കഴിയുമ്പോൾ ആവശ്യത്തിന് കറിവേപ്പിലയും ചേർക്കുക. ഈ സമയത്ത് ഉപ്പ് ഒന്ന് നോക്കിക്കോണം അല്ലേ, നോക്കി നല്ലതുപോലെ ഇളക്കുക. ഇത് നല്ലതുപോലെ തിളച്ച് പറ്റി കഴിയുമ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഒന്നാം പാൽ അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക. ഇനി ഇത് തിളയ്ക്കുവാൻ വിടണ്ട. ഇത് നല്ലതുപോലെ കുറുകിയിരിക്കുന്ന കറിയാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് മല്ലിയിലയും ചേർക്കണം. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സമയത്ത് കറി റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ചപ്പാത്തിയിലൂടെ ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്യുക.